ഞാൻ ജയശ്രീ ഗോപാലകൃഷ്ണൻ. എൻ്റെ ആദ്യത്തെ നോവലാണിത്, മൂത്തോൾ. സ്വാമിജി ഒരു സന്യാസവര്യനും വേദാന്തിയുമല്ലേ? പിന്നെ എന്തിനാണ് ഇത്ര വ്യാകുലത? സ്വാമിജി പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഒരാൾ വേദാന്തിയോ സന്യാസിയോ ആയെന്ന് കരുതി അവൻ ഹൃദയമില്ലാത്തവനായി രൂപാന്തരം പ്രാപിച്ചു എന്ന് കരുതാമോ? തൻ്റെ ചിന്തകളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ ഞാൻ സ്വയം ഓർത്ത് സമാധാനിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. വേണ്ട, ഇത് എത്ര നാളുകൊണ്ടാണ് എഴുതിയത്? ഇത് ഇപ്പം എഴുതിയെന്ന് വെച്ചാൽ നേരത്തെ ത്രെഡല്ല എഴുതി വെച്ചിരുന്നു. പക്ഷേ ഇത് വിശദമായിട്ട് എഴുതിയ നോവൽ രൂപത്തിലാക്കിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് കഥ ഞാൻ എഴുതി വെച്ചിരുന്നു, പക്ഷേ റഫായിട്ട്. പിന്നെ അത് ഫെയറാക്കി ഒരുപാട് തിരുത്തുകളും ഒരുപാട് ചേർത്തു, കുറച്ചു. ഇതൊരു 40 പേജും കൂടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കൽക്കട്ട മൊത്തം ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ 1-2 പേര് പറഞ്ഞ് അതൊരു സഞ്ചാര സാഹിത്യം പോലെ ആയിപ്പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 10-40 പേജ് ശ്രീകോവിലണയുമ്പോൾ ഓംകാരനാഥ പുസ്തകമായ മൂത്തോൾ എന്ന പുസ്തകത്തിൻ്റെ യാത്ര ചെയ്ത് അതിൻ്റെ സംരംഭമുണ്ട്, അതോടൊപ്പം സന്തോഷവുമുണ്ട്. ആ കുട്ടിയോടൊപ്പം 2 പേരുണ്ട്, അകന്ന ബന്ധത്തിലുള്ള ചെറിയച്ഛനും അതുപോലെ തന്നെ ചെറിയമ്മയെന്ന് പറഞ്ഞ് 2 പേര്. ഇവർ കൊൽക്കത്തയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ സംശയം തോന്നും, ഇവരെന്തിനാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്? രക്ഷിക്കാനാണോ അതോ അവിടെ കൊണ്ടുപോയി കച്ചവടം നടത്താനാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പിന്നെ ഇതിൻ്റെ ക്രാഫ്റ്റിങ്ങിൻ്റെ മേന്മ, തുടക്കത്തിൽ ഈ കുട്ടിയുടെ പേരെന്താണ് എന്ന് പറയുന്നില്ല, അവസാനമേ ഈ കുട്ടിയുടെ പേരെന്താണെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിച്ചനുസരിച്ച് കൊൽക്കത്തയിൽ ഒരു ദൗത്യത്തിന് പോയി. അയാൾക്ക് ഇഷ്ടമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കാമുകി എന്നോ നഷ്ടപ്പെട്ടു പോയ കാമുകി കൊൽക്കത്തയിലുള്ളതാണ്. ഒരു വിഷയം അവളെ കണ്ടെത്താം എന്നൊക്കെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇയാൾ യാത്രയായി അവിടെ എത്തുന്നു. പിന്നെ കാണുന്ന കാഴ്ചകൾ വിവരിക്കുന്നത് പോലെ തന്നെ ഇത് അവിടെ ഇറങ്ങുന്നു. ആ ഡയറിയിലാണ് ഈ നോവലുള്ളത്. നമ്മൾ സന്തോഷകരമായ ഒരു സന്ദർഭമാണിത്. ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ്റെ മൂത്തോൾ എന്ന നോവൽ പ്രകാശിതമാവുകയാണ്. പൊതുവെ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾക്ക് പോകേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറാറുണ്ട്. കാരണം ഒരു റാപ്പറിനുള്ളിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരിക്കും ഇത്. പോസ്റ്റ് മോഡേണിസം എന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? VS ഖാണ്ഡേക്കറെ പോലെയുള്ള മഹാനായ ഒരു നോവലിസ്റ്റിൻ്റെ തലയിൽ ഉദിച്ചതാണ് ആ കൃതി. വിനോദിനെ ഒരു മാസികയുടെ പത്രാധിപരായിട്ട് CP അച്യുതമേനോൻ എന്നൊരാളുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യകാല നിരൂപകന്മാരിൽപ്പെട്ട ആളാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എങ്കിലും ഒരു നല്ല വായനക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് വളരെ സ്മൂത്തായിട്ട് പേജുകൾ മറിച്ചു പോകണം. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഉള്ളിൽ തട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ഈ പുസ്തകത്തിന് ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇതിൻ്റെ എഴുത്തുകാരിക്ക് നൽകുന്നു. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ജയശ്രീ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഞാൻ വളരെ കാലമൊന്നും ആയിട്ടില്ല ജയശ്രീയെ പരിചയപ്പെട്ടിട്ട്. മാതൃസമിതി ഭാഗവത നമ്മുടെ കഴിഞ്ഞ ഒരു വലിയൊരു ഇവൻ്റ് ഉണ്ടായിരുന്നില്ല, ആ സമയത്താണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ട്രിവാൻഡ്രത്താണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന്
ഞാൻ മനസ്സിലാക്കുന്ന ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ജയശ്രീ ഗോപാലകൃഷ്ണൻ നമ്മൾ നന്നായിട്ട് ഇവിടം വരെ എത്തിച്ചു. ഇനിയും ഒരുപാട് കിടക്കുന്നു. ഗോപാൽജി, എൻ്റെ പ്രിയ കൂട്ടുകാരി റാണി മോഹൻദാസ്, എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹവും വിനീതവുമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഒരു വൈകാരികതയ്ക്കും അപ്പുറത്തൊരവസ്ഥയാണ് എനിക്ക്. കാരണം അത്രമാത്രം സന്തോഷം എനിക്കുണ്ട്. കാരണം രാവിലെ മുതൽ കാലാവസ്ഥ ഇങ്ങനെ അനുകൂലമല്ലാതിരുന്നപ്പോൾ തന്നെ ജയകുമാർജി, സത്യമായ കൂട്ടുകാരികൾ, എൻ്റെ സഹോദരന്മാർ, അനുജന്മാർ, ചേച്ചിമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓരോരുത്തരെയും ഞാൻ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും വന്നതിൽ സന്തോഷം. ഇനിയൊരു വാക്ക് എനിക്കില്ല പറയാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം ഇത്രയും ഒരു നല്ല സദസ്സിന് മുമ്പിൽ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞതിൽ അത്രയും സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഈ ലെറ്റർ അടിച്ചതറിയില്ല, ബുക്ക് അടിച്ചതറിയില്ല. പിന്നെ എനിക്ക് ഇന്നലെ പോയിട്ട് ഇത് മേടിച്ചു തന്നു, ഫ്ലക്സ് മേടിച്ചു തന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ എത്ര പോയാലും നീ എപ്പോൾ വരും, അല്ല ആരെങ്കിലും എന്തെങ്കിലും ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ സ്വന്തം ആധിപത്യത്തിലാക്കിയിട്ടുള്ള ഒരു സാഹിത്യരൂപം. നോവലസ് എന്നും നോവല്ല എന്നും ഉള്ള രണ്ട് ഇത്തിരി ഗൗരവം വേണ്ട കേട്ടോ. ചേട്ടൻ